ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പച്ചരിയും അതുപോലെ തന്നെ ശർക്കരയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/4 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളം മൊത്തം ഒന്ന് റെഡി പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു 3 ക്യൂബ് ശർക്കര 3/4 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ഏലക്കായ കൂടി ചേർത്തിട്ട് ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു 1/4 കപ്പ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു തരികളോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണ്ട. ഇനിയിപ്പോൾ ഞാനിത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ശർക്കര നമുക്ക് പോരട്ടാ. അപ്പോൾ ഞാനിതാ ഒരു 3/4 കപ്പ് ശർക്കര കൂടി എടുത്തിട്ടുണ്ട്. 2 ക്യൂബ് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു കൈയിട്ട് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ഞാനിത് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം കോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കോപ്പർ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ ഫ്രൈ ആക്കിയിട്ടുള്ള കോപ്പർ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു 3/4 ടേബിൾ സ്പൂണ് എന്താ പറയുക വെളുത്തിട്ടുള്ള എള്ള് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ എള്ള് നമ്മുടെ ഒരു സ്നാക്സ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ അത് കടിച്ചിട്ട് കഴിക്കുന്ന ടൈമിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കൊരു മാവിരിക്കേണ്ടത്. നല്ല ലോസും വേണ്ട, നല്ല തിക്കായിട്ടും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിലാണ്. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഒരു 3/4 ഭാഗത്തോളം മാവ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കയ്യിലാണ്, ആ കയ്യിൽ 3/4 ഭാഗത്തോളം മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ചട്ടുകം വെച്ചിട്ട് ഞാൻ ഈ ഒരു ഓയിൽ മേലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേൽഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ അപ്പം തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയായിട്ട് കിട്ടും. 1-2 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു പലഹാരം മൊത്തത്തിൽ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു കളറിലും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉള്ളൊക്കെ നന്നായിട്ട് വേവായിട്ടും ആരെടുത്തിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെറും പച്ചരിയും ശർക്കരയും മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ ബൈ ഇൻഷാ അല്ലാഹ്.